പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ, പാലക്കാടിന്റെ അതിർത്തി പ്രദേശമാണ്, തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ് ചിറ്റൂർ. ചിറ്റൂരിൽ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടായിരുന്നു പണ്ട്. ആ താലൂക്ക് ആശുപത്രി ഏറ്റവും ഒരു മോശം സംവിധാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു താലൂക്ക് ആശുപത്രിയായിരുന്നു. എന്നാൽ ഇന്നലെ ആ നാടിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിതാ പുതിയൊരു താലൂക്ക് ആശുപത്രി എത്തിയിരിക്കുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 70 കോടി ചിലവഴിച്ച് 5 നിലയിൽ ആണ് ആ താലൂക്ക് ആശുപത്രി ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ ആ കെട്ടിടം, ആശുപത്രി നാടിന് സമർപ്പിച്ചു. കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രം കാണാമെന്ന് കെട്ടിടം നാടിന് സമർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. 70.51 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 208 കിടക്കകളുള്ള ആശുപത്രിയിൽ ട്രോമ കെയർ ICU, ബ്ലഡ് ബാങ്ക്, ഡയാലിസിസ് യൂണിറ്റ്, MRI സ്കാൻ, CT സ്കാൻ, ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 കോടി രൂപ വിനിയോഗിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള 50 കിടക്കകളുള്ള പ്രത്യേക ബ്ലോക്കും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉത്സവാന്തരീക്ഷ പ്രതീതിയിലാണ് മുഖ്യമന്ത്രി പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചത്. കിഫ്ബി പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കാനായത്. കേരളത്തിൽ എവിടെ നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രം കാണാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്ന അവസ്ഥയാണ്. സ്കൂളിൻ്റെ രൂപത്തിൽ, ആശുപത്രികളുടെ രൂപത്തിൽ, റോഡുകളുടെ രൂപത്തിൽ, പാലങ്ങളുടെ രൂപത്തിൽ, ഫ്ലൈ ഓവറുകളുടെ രൂപത്തിൽ, ഓവർ ബ്രിഡ്ജുകളുടെ രൂപത്തിൽ, പലവിധ പദ്ധതികളുടേതായ രൂപത്തിൽ എല്ലാം കാണാൻ നമുക്ക് കഴിയുന്നു. ആരോഗ്യ മേഖലയിൽ വലിയ വികസന പ്രവർത്തനമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് വികസനത്തിനായി 9 വർഷത്തിനിടെ 700 കോടിയിലേറെ രൂപ നൽകി. 2016 LDF സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടപെടലാണ് കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ പാലക്കാടുള്ള മെഡിക്കൽ കോളേജ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി, K. രാധാകൃഷ്ണൻ MP എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.